ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും പല തവണകളായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 15ഓളം മേഖലകളിലായാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത്. പൂഞ്ച്, അക്നൂർ സെക്ടറുകളിലടക്കം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ സൈന്യത്തിലെ 5 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സൈനിക ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്ത്യ ആകട്ടെ ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് കൃത്യമായ മറുപടി നൽകുന്നുമുണ്ട്. തിരിച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ പാക് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിയിൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും നിലവിലെ ഈ സാഹചര്യം കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങോട്ടുള്ള ആക്രമണവും അതിനുള്ള തിരിച്ചടിയും എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതലായി ഏത് തരത്തിൽ സാഹചര്യങ്ങൾ മാറുമെന്ന് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയും സൈന്യം തുടങ്ങിയിട്ടുണ്ട്. ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമീണരെ ആയുധമാക്കിക്കൊണ്ടുള്ള ആക്രമണവും മോർട്ടാർ ഷെൽ വർഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട് എന്നതാണ് ഇതിന് കാരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് അതിർത്തിയിൽ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻകരുതൽ നടപടി എന്ന രീതിയിൽ ഈ തരത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിർത്തിയിലെ കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം പ്രതിരോധത്തിനുള്ള നടപടികൾ ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ വ്യോമ പ്രതിരോധത്തിനടക്കമുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു ഇന്ത്യ. കാരണം പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഒരുപക്ഷെ തിരിച്ചടിക്കുമോ എന്ന ചില സൂചനകളും അത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മറികടക്കാനായിരുന്നു അത്തരത്തിലുള്ള സന്നാഹങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ